എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം, നന്ദി. അവരോട് സൂചിപ്പിച്ചതുപോലെ ഇതൊരു മരവിലും ഗോപുരങ്ങൾ എന്ന സിനിമ ഒരു ഫൺ ഫാമിലി എൻ്റർടൈനറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ്. കാരണം വലിയൊരു കാലഘട്ടത്തിന് ശേഷമാണ് ഒരു ലൈറ്റ് ഹാർട്ടഡ് എൻ്റർടൈനർ ഞാൻ ചെയ്യുന്നത്. ഹ്യൂമർ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ളൊരു നടനാണ് ഞാൻ. അത്യാവശ്യം കുറച്ച് ഹ്യൂമർ കഥാപാത്രങ്ങൾ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം വലിയ രീതിയിൽ പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രാക്ക് പിടിച്ച് തന്നെ അങ്ങനെയുള്ള ലൈറ്റർ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് മാരവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുടെ കഥ എൻ്റെ അടുത്ത് അരുൺ എന്ന് പറയുന്നത്. ഇത് ഒരു ഫാമിലി എൻ്റർടൈനറാണ്, വിച്ച് മീൻസ് ലിറ്ററലി ഒരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ്. ഷിൻഡോന്റെ സഹോദരനായ റോണി, ഷിൻഡോന്റെ ഭാര്യ ഷെറിൻ, റോണിയുടെ ഗേൾഫ്രണ്ട് മീനാക്ഷി, ഇവർ 4 പേരുടെയും കഥയാണ്. അതൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലെജൻഡറി ഹിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറാണ്. വിദ്യാജിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒരു വലിയ കാലയളവിന് ശേഷം. പാട്ടുകൾ ഇപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 5-6 സോങ്സ് നമുക്കുണ്ട്. അതിലിപ്പോൾ നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ള 2 സോങ്സ് അല്ല, 3 സോങ്സ് ആണ്. അപ്പോൾ എന്തുകൊണ്ടും ഐ ആം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് പ്രോജക്റ്റ്. നല്ലൊരു എൻ്റർടൈനർ ഒരുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവർ രണ്ടുപേരും പറഞ്ഞ മാതിരി തന്നെ മാരിവില്ലൻ ഗോപുരങ്ങൾ റിലേഷൻഷിപ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു സെലിബ്രേഷനാണ്, ഒരു ഫൺ ഫാമിലി എൻ്റർടൈനർ, ഒരു റൊമാൻസും കോമഡിയും എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമയാണ്. എനിക്ക് ഐ വാസ് വെരി എക്സൈറ്റഡ് ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ. കാരണം ഞാൻ ഇതുവരെയും ഹ്യൂമർ എന്ന് പറഞ്ഞ ഒരു ജോണർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഈ സിനിമയിൽ ഒരു ചെറിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. സോ അത് എനിക്ക് എക്സൈറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ ഈ ടീം, കോക്കേഴ്സ് മീഡിയ എന്ന ബാനർ, വിദ്യാസാഗർ ജീൻ്റെ മ്യൂസിക്, അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരുന്നു. ഇത്രയല്ല, കുട്ടികൾക്ക് വളരെ എന്റർടൈനിങ് ആയിട്ടുള്ളൊരു വലിയ എലമെന്റ് ഈ സിനിമയിലുണ്ട്. അതിലധികം വിഷ്വൽസ് ഒന്നും നമ്മൾ ഇതുവരെ ടീസറിലോ സോങ്സിലോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. ചെറിയ 1-2 സ്നിപ്പറ്റ്സ് ഉണ്ട്. ഒരു എൻറ്റയർ സെഗ്മെന്റ് ഓഫ് ദ ഫിലിം കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ പോർഷൻ സിനിമയിലുണ്ട്. ഒരു കോമിക് കാരിക്കേച്ചറിസ്റ്റ് പോർഷൻ സിനിമയിലുണ്ട്. അത് ഡെഫിനറ്റ്ലി വർക്ക് ആവും. കാരണം അങ്ങനെ ഒരു അറ്റംപ്റ്റ് അധികം മലയാള സിനിമയിൽ വന്നിട്ടില്ല. അപ്പോൾ അത് രസമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹായ്, ഇതുവരെ എൻ്റെ കരിയറിലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് മാരവില്ലൻ ഗോപുരങ്ങൾ. എൻ്റെ ക്യാരക്ടറും മീനാക്ഷി എന്ന് പറയുന്ന ക്യാരക്ടറും ഇതുവരെ ചെയ്തതിൽ നിന്നും ഭയങ്കരമായിട്ട് വ്യത്യാസമുള്ള ഔട്ട്ലുക്കും, അതുപോലെ തന്നെ ക്യാരക്ടർ ആർക്കും, അതുപോലെ ഹ്യൂമർ എനിക്ക് ഒത്തിരി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഒരു ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ ക്യാരക്ടറായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് മാരവില്ലൻ ഗോപുരങ്ങളിൽ നിന്നാണ്. ഒരുപാട് ഹോപ്പുണ്ട്. കാരണം അത്രയും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. ഇപ്പം പറഞ്ഞ പോലെ വശിഷ്, അതുപോലെ ശ്രുചിജി, ഇന്ദ്രേട്ടൻ, സർജാനു, ഇവരുടെ കൂടെയൊക്കെയുള്ളൊരു കോമ്പിനേഷൻസ് അടിപൊളിയായിരുന്നു. നല്ല ആർട്ട്, നല്ലൊരു എന്താ പറയുക, ആർട്ടിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ബിന്ദു ചേച്ചി ഇതിലൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെ കൂടെയുള്ള സീൻസൊക്കെ എനിക്ക് ഒരുപാട് എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോ ആസ് എ ഓൾ നോക്കുമ്പം ഒരുപാട് ഹോപ്പുള്ള, എനിക്ക് പേഴ്സണലി എൻ്റെ കരിയറിൽ ഒരു ബെസ്റ്റ് എന്ന് പറയാൻ എനിക്ക് പറ്റുന്ന ഒരു മൂവിയാണ് മാരവില്ലൻ ഗോപുരങ്ങൾ. നമ്മൾ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഓരോ ദിവസവും ഷൂട്ട് ചെയ്തതും എല്ലാം. അപ്പം ആ എൻജോയ് ചെയ്ത ആ ഒരു ഹാപ്പി വൈബ് നിങ്ങളിലോട്ടും തിയേറ്ററിൽ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളും അത് എൻജോയ് ചെയ്യും തന്നെയാണ് എൻ്റെ കോൺഫിഡൻസ്. സോ കാണാം. ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മൾ പല വേദികളിലും പല പ്രാവശ്യമായിട്ട് ഞാൻ പേഴ്സണലി കണ്ടുമുട്ടാറുള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ നന്ദി പറയുന്നു. ഇത് ആക്ച്വലി ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് പ്രസ് മീറ്റാണ്. നമ്മളെല്ലാവരും ഒന്നായി നിന്നുള്ള
ഒരു പ്രസ് മീറ്റാണ്. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കോക്കേഴ്സ് ട്രഡീഷനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വേണം കരുതുവാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് കാര്യങ്ങൾ എന്നെ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയെ ഇതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ. രണ്ടാമത്തെ കാര്യം, ഞാനിത് സെക്കൻഡ് ജനറേഷനിലേക്ക് ഫോക്കസ് ഫിലിംസ് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉദിച്ചപ്പോൾ ഞാൻ നേരത്തെ വേദിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ മൂത്ത മകളായ ഷെർമീൻ അതിൽ താല്പര്യം കാണിക്കുകയും അവർ ആദ്യമായിട്ട് കുറി എന്ന് പറയുന്ന ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് പ്രവീൺ എന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു അന്ന് ചെയ്തിരുന്നത്. അദ്ദേഹവും ഞങ്ങളുടെ ഈ പ്രോജക്റ്റിലാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ ഫോക്കസ് മീഡിയയിൽ പ്രവർത്തിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഷൂട്ടിങ്ങിൽ ഷെയർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൈഡ് ആണ്, ഞാൻ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ആക്ച്വലി ഞങ്ങളെ ഏറ്റവും വലിയ താങ്ക്ഫുൾ, ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ മനസ്സിലുള്ള താങ്ക്ഫുൾ ഒരു പറയേണ്ടത് മിസ്റ്റർ വിദ്യാജിയാണ്. ബിക്കോസ് അദ്ദേഹം ഇവിടെ വന്നിരുന്ന് കമ്പോസ് ചെയ്ത് ഞങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമാണ് ഇതിൻ്റെ ഓരോ സോങ്സും കൊണ്ടുവന്നത്. അത് കണ്ടവാനം അതിൽ അതേമാതിരി തന്നെ നമ്മുടെ ലിറിസിസ്റ്റ് വിനായക ശശികുമാർ, അദ്ദേഹം നല്ല വരികൾ, ഞങ്ങൾ എല്ലാവരും മോഹൻ ചുടിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വരികൾ മാറ്റുന്ന ഒരു പ്രകൃതത്തിലുള്ള, എനിക്ക് ഞാൻ പറയണെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരിക്ക് ബദലായിട്ട്, ഒരിക്കലും ഗിരീഷ് പുത്തഞ്ചേരി ആകില്ല അല്ല എന്ന് ഞാൻ പറയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരീഷ് പുത്തഞ്ചേരിയായിട്ട് വളരെയധികം വർക്ക് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പം വിദ്യാജി കോമ്പിനേഷനിൽ തന്നെ എനിക്ക് മൊത്തത്തിൽ ഈ സിനിമയിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സമ്മറിൻ ബത്ലേയം എന്ന് പറയുന്ന എൻ്റെ പടത്തിലുള്ള കിടപിടിക്കുന്ന വിധത്തിലുള്ള ഒരു സിനിമ മേക്കിങ്ങും എൻ്റെ മ്യൂസിക്കും അങ്ങനെ തന്നെയാണ്, അതിന് സംശയമില്ല. എല്ലാവരും തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസി ആണെങ്കിലും ഇന്ദ്രജിത്ത് ആണെങ്കിലും ഷെർജാനും ആണെങ്കിലും സ്മൃതിയാണെങ്കിലും എല്ലാവരും ഞങ്ങളുടെ ആ സ്പിരിറ്റിനോട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കഥാപാത്രങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഈ പടത്തിൽ പോകുന്നതാണ്. ഞങ്ങൾ എന്ത് മനസ്സിൽ കാണുന്നു ആ വിധത്തിൽ തന്നെ അതിൽ വരികയും അതേമാതിരി തന്നെ പിക്ചറൈസേഷൻ, ഞങ്ങളുടെ ക്യാമറമാൻ ഇവിടെ ഇല്ല, ശ്യാം, അദ്ദേഹത്തിന് വലിയ എക്സ്പീരിയൻസ് ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും കുറേ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫി, വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിയാണ് ഇതിലുള്ളത്. ആൻഡ് താങ്ക്സ് ടു അവർ ലിറ്റിൽ ബോയ് വസിഷ്ഠ്, ബിക്കോസ് ഇതിൽ നേരത്തെ ഇന്ദ്രജിത്ത് സൂചിപ്പിച്ച മാതിരി തന്നെ കുട്ടികൾക്ക് വരെ എൻ്റർടൈൻമെൻറ്റ് ഈ സിനിമയിലുണ്ട്. ബിക്കോസ് അദ്ദേഹം ഈ വസിഷ്ഠ് ചെയ്യുന്ന ഒരു കഥാപാത്രം ഷിൻജു എന്ന് പറയുന്ന നമ്മുടെ പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് ചെയ്യുന്ന ക്യാരക്ടറുമായിട്ടുള്ള കുറേ സീക്വൻസസ് ഉണ്ട്. അതെല്ലാം തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടികൾ വിഭാഗത്തിൽപ്പെട്ട എല്ലാ കുട്ടികൾക്കും തന്നെ ആ ഒരു പോർഷൻ എൻ്റർടൈൻമെൻറ്റ് എന്നാൽ കഥയിൽ ഒരു ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂസിക് ഞങ്ങളുടെ സോങ്സ് പുറത്തു വിട്ട സമയത്തൊക്കെ തന്നെ അത് യൂട്യൂബിലാണെങ്കിലും മറ്റുള്ള മീഡിയാസിലൊക്കെ ആണെങ്കിലും അത് 1 മില്യൺ എബോവ് കവറേജ് കിട്ടിയ സോങ്സാണ്. സോ ഐ ആം ഹാപ്പി അബൌട്ട് ദാറ്റ്. ബിക്കോസ് എൻ്റെ പടങ്ങളിൽ ഞാൻ ഫോക്കസ് ഫിലിംസ് ചെയ്തിരിക്കുന്ന പടങ്ങളിലെല്ലാം തന്നെ തീർച്ചയായിട്ടും സബ്ജക്റ്റുമായി തന്നെ അതിൻ്റെ മ്യൂസിക്കും വരാറുണ്ട്. പാട്ടുകൾ ഹിറ്റാവും, വെദർ പിക്ചർ ഈസ് സക്സസ് ഓർ നോട്ട്. എൻ്റെ പാട്ടുകൾ ഇന്നും എൻ്റെ ട്രാൻസ്മിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 2-3 പാട്ടെങ്കിലും ഞാൻ കേൾക്കാറുണ്ട്. സോ പീപ്പിൾ ലൈക്സ് ദാറ്റ്. അപ്പം അതേമാതിരി തന്നെയുള്ള ഒരു സോങ്സ് സിറ്റുവേഷൻസാണ് ഇതിലുള്ളത്. അത് അവർ ആ പാട്ട് കേട്ടിട്ട് ആ സോങ്സ് കേട്ടതിന് ശേഷം മനസ്സിൽ നിറച്ചതിന് ശേഷമാണ് ആ പാട്ട് സീക്വൻസസ് തന്നെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഡയറക്ടർ അരുൺ ആൻഡ് പ്രമോദ്
ഈ പടം ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു തീമുമായിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങളോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ഒരു സജഷനാണ് ഹ്യൂമർ എലിമെന്റ് നമുക്കിതിൽ മിസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിന് ആംപിൾ ചാൻസസ് ഉണ്ട് ആ സീക്വൻസ് വൈസ്. അങ്ങനെ അവർ പ്രമോദിന് വലിയൊരു താങ്ക്സ്. വേറൊന്നുമല്ല, അരുണും പ്രമോദും കൂടി ഇരുന്ന് രണ്ടാമത്തത് കറക്റ്റ് ചെയ്തു അതിൻ്റെ ആയിട്ടുള്ളൊരു ഫോർമാറ്റിലാണ് ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പോൾ അത് അതേമാതിരി സംഭവിച്ചപ്പോൾ ഈ പടം തീർച്ചയായിട്ടും ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് വിത്ത് മ്യൂസിക്കൽ. ഇപ്പോൾ കൊടുത്ത പല പടങ്ങളിലും തന്നെ ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു ശാഖയാണ് സിനിമയുടെ പാട്ടുകൾ. പക്ഷെ അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. 5 പാട്ടോളം ഉണ്ട് ഈ സിനിമയിൽ. അതിന് 3 പാട്ട് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ കുത്തൊഴുക്ക് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഇപ്പോൾ കുറേ പടങ്ങൾ റിലീസ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ ഈ പടം റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും അതിന് ആ സമയത്ത് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്ത് തരിക, ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് തരിക. വേറൊന്നുമില്ല, ഒരു ചേഞ്ച് ഫാമിലി ഡ്രാമാസ് എന്ന് പറയുന്ന ചേഞ്ച് ആയിട്ടുള്ള ഒരു സിനിമയാണത്. അതെനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാം. നിങ്ങൾ ഓരോരുത്തരെയും അത് കണ്ടതിന് ശേഷം നിങ്ങളും സമ്മതിക്കും അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിലി സ്റ്റോറി ആണ് എന്നുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട്സും ഞാൻ എല്ലായ്പ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല പടങ്ങൾക്കും, എൻ്റെ ഓരോ പ്രോഡക്ട്സിലും. അത് ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇനിയും വേണം. ഈ സമയങ്ങളിൽ തന്നെ ഞങ്ങൾ നിങ്ങളെയൊക്കെ മുൻകൂട്ടി അറിയിക്കുന്നതാണ് ഇതിൻ്റെ റിലീസിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഗുഡ് ഈവനിങ്. ആക്ച്വലി ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ വന്ന എല്ലാവർക്കും ഐ എം വെരി താങ്ക്ഫുൾ ദാറ്റ് യു ആർ ഓൾ ഹിയർ. ആക്ച്വലി ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക, ഒരു ടീം കൊണ്ടുവരുന്ന ഒരു ലൈക്ക് ഈ പറഞ്ഞ ഒരു ലൈക്ക് നമുക്ക് ഈ സിനിമ എന്താണെന്നുള്ളത് ശരിക്കും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു എഫേർട്ട് എന്നുള്ള ഒരു രീതിയിൽ തന്നെ കാണാൻ പറ്റും. ബിക്കോസ് ഇവിടെ എല്ലാവരും സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സിലൂടെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫൈനൽ ഒരു ഔട്ട്കം വന്നേക്കുന്നത്. സോ പ്രോബബ്ലി നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സിനിമയിലും ഫീൽ ചെയ്യാൻ പറ്റും. So it's basically a team effort, and I'm thankful to all the characters who actually have like put in their maximum effort to this. Thank you.